വീഡിയോ ആണല്ല അല്ലേ? അത് നന്നായി. ഞാനൊരു പ്രാവശ്യം പറയട്ടെ. കേരള സ്റ്റൈൽ അവിയലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. കേരള സ്റ്റൈൽ അവിയലാണ്. പക്ഷെ ഇതിന്റെ ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ വേറെ സ്റ്റൈലാണ്. ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റും. ശരി, ഇതല്ല എങ്ങനെ കത്തുക്കറിച്ച് പഠിക്കാണോ? എങ്ങനെ കത്തുക്കറേ? തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട് ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് തമിഴൊക്കെയാണ്. ആ പെണ്ണൊന്ന് പഠിച്ചതാണ്. മറ്റേ മതിയോ? അങ്ങനെ മതി. ഞാൻ പുതിയലുണ്ടാക്കാന്ന് വിചാരിച്ചു. ഒന്നാളും ഇങ്ങനെ അങ്ങോട്ട് പറിച്ചുമ്പോൾ കിട്ടിയത്. ഞാനത് അവിടെ തന്നെ ഒട്ടിച്ചു വെച്ചു. ഇതിൽ മതിയോ? കരിയോ? ഇത് കരിഞ്ഞു പിടിക്കൂലേ? വെള്ളം ഇവിടെതായാല് കരിയും. മറ്റേ പാത്രം എടുത്താലേ? ഇതെന്താ ചെറുമ? ചുണ്ടയ്ക്ക്. ചുണ്ടയ്ക്ക മീൻസ് ചുണ്ടയ്ക്ക കുത്തരി ചുണ്ടാന്നൊക്കെ പറയൂടി. തമിഴ്നാട്ടിൽ ഇതിന് ചുണ്ടയ്ക്കാന്ന്. ചുണ്ടയ്ക്ക കാരക്കുഴമ്പ് പറഞ്ഞുണ്ടാക്കടി കൂട്ടാനേ. ഈ ചുണ്ടയ്ക്ക് ഒന്നിങ്ങനെ കീറണം. കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിടണം. കീറിയിട്ട് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് അതിൻ്റെ കരിയൊക്കെ ഒന്ന് പോകും. തക്കാളി അരിഞ്ഞ് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളി അപ്പോൾ കുറച്ച് ചതയ്ക്കാം, കുറച്ച് അങ്ങനെ ഇടാം. ചുണ്ടയ്ക്ക കാരക്കുഴമ്പാണ് വെക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഒരു കണക്കിലിടുക. ബാക്കിയുള്ള ഉള്ളി തക്കാളിയൊക്കെ കറക്റ്റാണ് എടുത്ത് വെച്ചിരുന്നത്. ഇനി അത് ഉണ്ടാക്കുമ്പോൾ പറയാം മുളക് പൊടിയൊക്കെ എത്ര ഉണ്ടാവും. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ എന്തെണ്ണ വേണ്ട വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് നല്ലോണം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അര സ്പൂണ് കടുക് ഇടുന്നുള്ളൂ. പൊട്ടിത്തെറിക്കോ? കടുക് പൊട്ടി, മുളക്, ഉലുവ ഇതിൽ നോക്കുമ്പോൾ കരുവേപ്പില. ഉലുവ ഒന്ന് ചോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വാസനയ്ക്കാണ് കുറച്ച് ചതച്ച് വെക്കുന്നത് കേട്ടോ. കുറച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയ ഉള്ളി നന്നാക്കി വെച്ചതാണ്. കുറച്ച് ഒരു കപ്പ് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി അങ്ങനെ തൊലി കളഞ്ഞിട്ടതാണ്. ഇത് നല്ലോണം വാടണം. ചുണ്ടയ്ക്കിടാക്കുന്നു. ചുണ്ടയ്ക്കിട്ടിട്ട് നല്ലോണം ഒന്ന് വാടണം. നല്ലോണം ഒന്ന് വാടണം. ഈ തക്കാളി ഇടാൻ പോകണേ. തക്കാളി ഇട്ടു. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം വാടിക്കോളും തക്കാളി. ഒരു ടീസ്പൂൺ ഉപ്പിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഒന്ന് മൂടി വെക്കാം. തിരി കുറച്ച് സിമ്പിൾ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. വാടാൻ നല്ലോണം വാടി
അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്നും കൂടി ഇങ്ങോട്ട് ഉടയട്ടെ. എപ്പോഴും ഉണ്ടാക്കുമ്പോ തമിഴ്നാടൻ സ്റ്റൈൽ പിടിക്കുന്നത്. അതെ, ഞങ്ങളവിടെ അല്ലേ ഇരുന്നോളി, അതുകൊണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇവിടുത്തെ കേരളത്തിനെ പറ്റിയിട്ട് നമുക്കത്ര കേരളത്തിലെ അരിക്ക് കേരളത്തിലെ കൂട്ടാൻ പറ്റും. തമിഴ്നാട് അരിയായി ഞങ്ങളിപ്പോഴും പൊയ്യ അരിയാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അവിടുത്തെ കറി തന്നെ എപ്പോഴും ഉണ്ടാക്കല് ഇവിടെ. ഇനി നമുക്കിപ്പോൾ തക്കാളി എല്ലാം ഒരുവിധം കൂടി വാടി നല്ലോണം ഇനി പൊടികൾ ചേർക്കാൻ പറ്റും. ആദ്യം എരിവുള്ള പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ, അത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന്. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിൻ്റെ മല്ലിപ്പൊടിൻ്റെ പച്ച ചുവളിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. വെള്ളം പാരണം, പുളി പാരണം. പുളിവെള്ളം മതി. പുളിവെള്ളം അതിൽ വേണ്ട വെള്ളം ചേർക്കണടി. ആദ്യം ഇതൊന്ന് വാടട്ടെ, ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇനി പുളി നമ്മൾ അങ്ങനെ കലക്കി വെച്ച് പുളി ഇതൊഴിക്കുക. കറുത്ത പുളിയല്ല, അതാ കറുത്ത കൊടുക്കുന്നത്. അതൊക്കെ തിളച്ച് പുളിൻ്റെ വാസന, പുളി നല്ലോണം വേവണം. പുളി വെന്ത് എണ്ണയൊക്കെ മേലെ വരണം. നല്ലോണം വെള്ളം പറഞ്ഞാലേ അത് തിളച്ച് വറ്റുക. ഉപ്പ് കുറച്ച് ഒരു സ്പൂൺ ഉപ്പൊക്കെ ചേർത്തുള്ളൂ, ടീസ്പൂണ്. ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ഇനി തിളച്ചിട്ട് തിരി സിമ്മിലിട്ടിട്ട് അടച്ചേക്കാം. തിളക്കട്ടെ. ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ആ മസാലേൻ്റെ ഒക്കെ വാസനയൊന്നും പോകണ്ടേ. പുളി വേവണമല്ലോ, പുളി നല്ലോണം വേവണം. അതിനാണ് അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2 മിനിറ്റ് ആയി ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് അടച്ചേക്കാം. എണ്ണയൊക്കെ മേലെ വരുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ആവും. ഇനി നമ്മളെ കാരക്കുഴമ്പ് റെഡി ആയോ നോക്കാം. ഓ, റെഡിയായി. സൂപ്പർ.